എത്ര എത്ര സ്വപ്നങ്ങൾ കൊഴിഞ്ഞു വീണു ഇവിടെ, എത്രയോ കണ്ണുനീർ വീണു നനഞ്ഞു. എത്ര എത്ര സ്വപ്നങ്ങൾ കൊഴിഞ്ഞു വീണു ഇവിടെ, എത്രയോ കണ്ണുനീർ വീണു നനഞ്ഞു. ചതിയുടെ മായാലഹരിയിൽ മുങ്ങി എത്ര ജീവിതങ്ങൾ വീണു പൊലിഞ്ഞു. എത്ര എത്ര സ്വപ്നങ്ങൾ കൊഴിഞ്ഞു വീണു ഇവിടെ, എത്രയോ കണ്ണുനീർ വീണു നനഞ്ഞു. മൂകമായി തേങ്ങുന്ന കണ്ണീർ മുഖങ്ങളിൽ വീണ്ടും പുഞ്ചിരിപ്പൂ വിരിയാൻ. മൂകമായി തേങ്ങുന്ന കണ്ണീർ മുഖങ്ങളിൽ വീണ്ടും പുഞ്ചിരിപ്പൂ വിരിയാൻ. പോവുക ജീവിതപാതയിലൂടെ, ലഹരിതൻ ചിതയിൽ വീണെരിഞ്ഞിടാതെ. എത്ര എത്ര സ്വപ്നങ്ങൾ കൊഴിഞ്ഞു വീണു ഇവിടെ, എത്രയോ കണ്ണുനീർ വീണു നനഞ്ഞു. ദിവസം ഒന്ന്, നാളെ വന്നാൽ വീണ്ടും തരാം. ജയണ്ണ ഇവിടുന്ന് പെട്ടെന്ന് മാറണം. പിള്ളേരോട് മെയിൻ റോഡ് വഴി പോകാൻ പറ. ആരാടാ വരുന്നത്? ദാസേട്ടന് പിള്ളേർ ഇവിടെ വരുന്ന ആരോ കണ്ട്. ഏടുന്നാടെ ശരിക്കുള്ള ഇൻഫർമേഷൻ കിട്ടിയ? ഓട്ടോ സ്റ്റാൻഡ്. അനു, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അല്ല, നിങ്ങൾക്ക് ഇന്ന് പണിയില്ലേനു? തയ്ക്കാനൊന്നും എടുക്കണ്ടേ? മാണ്ടടോ, പോയിട്ട് മടങ്ങിയതാ. എൻ്റെ ഹെൽപ്പറിയാക്കാൻ വന്നിക്കില്ല. ഓൻ്റെ പൊരേൻ്റെ അടുത്ത് കല്യാണം. എന്തൊരു കഷ്ടായി. ഓൻ ഇന്നലെ തന്നെ പറഞ്ഞാൽ മതിയേനു. വെറുതെ ബാക്കിയുള്ളതിനും കൂടി നിനക്കെടുത്ത്. എനിക്കെന്താടാ വേണ്ടേ? ക്ലാസിഫൈഡ്സ്. എന്ത് ഫ്രൈഡ് റൈസാ? ഫ്രൈഡ് റൈസ് അല്ലാന്നേ, ക്ലാസിഫൈഡ്സ്. ഈ ജോലി ഒഴിവിൻ്റെ കുളം. വല്ല ഒഴിവുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ കരുതിയിട്ടാ. ഇന്നെ നോക്കി പരിചയമില്ലാത്ത ആൾക്കാർ ഇവിടെ വരുന്നുണ്ടല്ലോ. പണിയാ എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ നാളെ തൊട്ട് എൻ്റെ ഓടി പോര്. 1000 ഉറുപ്പ്യ കുറയാണ് ഞാൻ തരും. ഏയ്, എനിക്ക് വിയർപ്പിൻ്റെ അസുഖമുള്ളോ? അല്ല മോനെ, കല്യാണം കഴിക്കവനായല്ലോ. വിയർപ്പിൻ്റെ അസുഖമുള്ള എൻ്റെ വീട്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത കാലത്ത് എൻ്റെ ഭാഗ്യം. എല്ലാ വാസോട്ടാ എന്താ അങ്ങനെ ഒരു വർത്താനോ? വയസ്സാം കാലത്ത് ആളുകൾ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. അല്ലടോ, വന്ന് എത്ര മണിക്കാ പാല് കൊണ്ടിരുന്നത്? ഒരാഴ്ചയായിട്ട് അമ്മ ആശുപത്രിയിലല്ലേ. പത്രം ഇടണം, പാല്, പശുവിനെ കറക്കണം, ഇതെല്ലാം കൊണ്ട് വൈ പോന്നെ. എനിക്കൊരു സൈക്കിൾ മേടിച്ച അതിന്റെ പാതി പ്രശ്നം തീരൂലേ? സൈക്കിൾ വാങ്ങാൻ വെച്ച പൈസയല്ലേ ഇനി ദുരിതാശ്വാസത്തിന് കൊടുത്ത്? അല്ലോടോ, എന്നാ പിന്നെ കുപ്പിയും പൈസ ഞാൻ പിന്നെ വാങ്ങാം.
ഡാ ഞാൻ ടൗണിലേക്കാ വരുന്നുണ്ട്, കയറിക്കോ. ഇല്ല ഏട്ടാ, എനിക്ക് പേപ്പറിന്റെ പൈസ വാങ്ങണം. ഏട്ടൻ പോയിക്കോ. തളരാതെ നേരിന്റെ വഴിയിൽ നടന്നിടാൻ ബലമേകി നിന്നിടേണം. അറിവിൻ പ്രകാശമേ നിറയൂ നീ ഞങ്ങൾ തൻ കരളിൽ നിന്നിരുൾ മായട്ടെ. വേദിയിലിരിക്കുന്ന ഹെഡ് മാസ്റ്റർ, PTA പ്രസിഡന്റ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. ഇനി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ ഹെഡ് മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒത്തുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടിച്ചേരലിന് പ്രത്യേക ഒരു സന്തോഷമുണ്ട്. വ്യക്തിപരമായും സാമൂഹ്യപരമായും COVID-19 എന്ന മഹാമാരി നമുക്കിടയിൽ വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിസന്ധികളെല്ലാം വളരെ പക്വതയോടും ആർജവത്തോടും നേരിട്ട് നമ്മളെ മുന്നോട്ട് നയിച്ച നമ്മുടെ സർക്കാരിനെയും സന്നദ്ധ പ്രവർത്തകരെയും 1000 അഭിനന്ദനം നൽകാൻ വേണ്ടി ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ്. തൻ്റെ സ്വകാര്യ നിക്ഷേപം സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി നമുക്കെല്ലാം തന്നെ മാതൃകയായ സച്ചിൻ ഈ കൊച്ചുമിടുക്കിന് ഉപഹാരം നൽകുന്നതിനായി PTA പ്രസിഡന്റിനെയും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സച്ചിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന രക്ഷിതാക്കളിൽ ചിലരുടെയെങ്കിലും കഴിവ് കണ്ടെത്താൻ കൊറോണ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു വൈറൽ ഗായകൻ നമുക്കിടയിലുണ്ട്. അഭിലാഷാണ് ആ ഗായകൻ. അഭിലാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അഭിലാഷ്, പ്ലീസ് കം. സത്യത്തിൽ മാഷ് വിളിച്ച സമയത്ത് നിങ്ങളൊക്കെ മുമ്പിൽ പാടാൻ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ 2 ദിവസമായിട്ട് ടോൺസിലിന് മരുന്ന് കഴിക്കുക. വേദന ഒട്ടും കുറവില്ലാത്തതുകൊണ്ട് വരുന്ന വഴിക്ക് ഡോക്ടറെ കാണിച്ച ശേഷം അങ്ങോട്ട് വരുന്നത്. എല്ലാം ക്ഷമിക്കണം, സംസാരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും അഭിലാഷിൻ്റെ പാട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ കേൾക്കാൻ ഇടയാവട്ടെ എന്ന് മാത്രം പറയുന്നു. നമുക്ക് പുതിയ PTA ഭാരവാഹികളെ പരിചയപ്പെടാം. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം കുളിച്ചൂടിവർ പുലർവേളകളിൽ വയലേലകളിൽ അച്ഛാ ചായ. ഫോണെടുപ്പച്ചാ. മൊബൈൽ ചാർജിലിട്ടതാ. 20% ചാർജേ ഉള്ളൂ. അനു, ചായ വെച്ചിട്ട് പോരി. ജൂനിയർ യേശുദാസിന്റെ സാധകം മുടക്കണ്ട. നിനക്ക് അസൂയാടി. ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ പറ്റാത്തുള്ള അസൂയ. നിനക്ക് ആ പാട്ട് അറിയണ്ടേ? 2 തിത്തയല്ലേ? അപ്പൊ അസൂയ കാണും, സ്വാഭാവികം. ഓ, ഇന്നലെ സ്റ്റേജിൽ നിന്ന് വിറച്ചിട്ട് മൈക്ക് താഴോട്ട് പൊട്ടിക്കൊന്നായിരുന്നു എൻ്റെ പേര്. യേശുദാസ് കിടന്ന് വിറക്കുന്നത് ഇനിയും കണ്ടല്ലേ. എനിക്ക് ഭയങ്കര തൊണ്ട വേണ്ടാണ്ട് കണ്ണെടുക്കില്ലേനമ്മേ. എനിക്ക് ഒരു കാര്യം വിശ്വാസമായി. എൻ്റെ അച്ഛൻ പണ്ട് കുറേ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹോ, എന്തൊരു അഭിനയായിരുന്നു. ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. അതല്ല അമ്മേ,
അച്ഛൻ എത്ര കള്ളത്തറ മാറ്റി മാറ്റി പറയുന്നേ. ഹോസ്പിറ്റല്, ഡോക്ടറ്, തൊണ്ടവേദന. എൻ്റെ അമ്മോ. അച്ഛ, യു ആർ എ ബിഗ് ബിഗർ. എടി അതിപ്പോ പെട്ടെന്ന് പാടണം പറഞ്ഞാലേ ആർക്കായാലും ഇച്ചിരി പ്രശ്നം തന്നെയാ. ആ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അമ്മേ സത്യം അച്ഛൻ പാടിയതാ. മൊബൈലും കൊണ്ടുപോയി. അച്ഛൻ പാടിയില്ലേ? ആഹാ എന്താ സൗണ്ട്, എന്താ താളം, എന്താ ശ്രുതി. ആർക്കാലും അസൂയ തോന്നി പോകും മോളെ. അത്രയ്ക്ക് മികച്ച പെർഫോമൻസ് അല്ലേ. വെൽഡൺ അഭിലാഷ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു, താങ്ക് യു. അമ്മേ ഇത് വേറെ ആരോ പാടിയിട്ട് അച്ഛൻ ഇപ്പോൾ എടുത്താൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട് അമ്മേ. അല്ലടി, ഇത് നിന്റെ അച്ഛൻ തന്നെ പാടിയതാ. പക്ഷെ പാടണേ ഫ്രണ്ട്സും അവർക്കിടയിലുള്ള ശക്തി മരുന്നും വേണം. അല്ല കറണ്ട് അടിച്ചതുപോലെ വിറക്കും നിന്റെ അച്ഛൻ. മോളെ അസൂയക്കും കഷ്ണിക്കും മരുന്നില്ല എന്ന് മോള് കേട്ടിട്ടുണ്ടോ? അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അസൂയ മൂത്ത നിന്റെ അമ്മ പല ശക്തി മരുന്നിന്റെയും കഥ പറയും. അതൊന്നും കേട്ട് നിൽക്കാനുള്ള സമയം തൽക്കാലം ഈ കലാകാരനില്ല മോളെ. അമ്മേ 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 കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ച കാര്യം അച്ഛനറിയില്ല. എടി ഇനി പല്ല് വെച്ചാ ഇല്ല. മറ്റേ ഗ്ലാസ്സിലെ ചായ എന്തിയെ? ഞാൻ കുടിച്ചു. പല്ല് തേക്കാണ്ട. വെറും ചായ എന്ത് സീനൊന്നുമില്ല. എന്നാ എന്റെ മോള് ചോറും കൂടി കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ തേച്ചാ മതി. ആലോക്കട്ടെ. എന്നാടി പിറുവിറുക്കുന്നേ? എടേ ഈ ഗ്ലാസ് എടുക്കുമ്പോ വേറെ ആരെയും വിളിക്കണ? ശരിക്കും കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. പക്ഷേ കഴിഞ്ഞ കുടുംബശ്രീക്ക് അറിയേണ്ടതാണല്ലോ. അവർ ഈ ലോകം യുദ്ധഭൂമിയാക്കി. പ്രസവിച്ച് 101 മക്കൾ 100 പേര് യുദ്ധാങ്കണത്തിൽ മരിച്ചു കിടക്കുന്ന എന്തെന്നാണ്? നീ അച്ഛനെ വിളിച്ചു പക്ഷെ കിട്ടുന്നില്ല. കള്ളം പറയല്ലേ അനു? വിളിക്ക. ഇനി കട്ടിലിട്ട തുണിയൊക്കെ മടക്കി വെച്ചാ വിളിച്ചേ. എന്ത് മലയാ മറിച്ചേ? എന്തെങ്കിലും ചെയ്യും മനു കുടുന്ന് വിളിച്ചാ ഞാൻ എന്താക്കാനാ? ആദ്യം പോയി മടക്കി വെക്ക്, എന്നിട്ട് അച്ഛനെ വിളിച്ചാ മതി. ഹലോ, അച്ഛൻ എടിയാ? അമ്മ പറഞ്ഞു കിടക്ക് അറിഞ്ഞൂടാ. കൊടുക്ക. ഓ ദാ അച്ഛനാ. ഹലോ. നോട്ട് ഫോർ സിക്, കർണാടക. ഞാൻ ചോദിച്ചോട്ടെ. കണ്ണീർ ദേവി വെള്ളം ഒഴിച്ചു. ഇതെന്തിനാ നീ എടുത്ത? എനിക്ക് ആവശ്യമുള്ളത് എടുത്താ പോരെ. ഇങ്ങോട്ട് എത്ര പ്രാവശ്യം പറഞ്ഞു ഇത് എടുക്കരുന്ന്? അമ്മക്ക് അടുക്കള വെച്ചാ പോരെ. ആണമാരിനുള്ളിൽ വെച്ചോണ്ടല്ലേ ഞാൻ കണ്ടത്. അടുക്കളയിൽ വെച്ചാലേ മോൾ അച്ഛന്റെ മരുന്നിന്റെ ശക്തി കുറയും. ശക്തി മരുന്ന് ഇത് നല്ല അസൽ ബ്രാൻഡാ, നിനക്കറിയാമേ. ആണാ? എന്നാ എന്റെ പൊന്നു മോളോട് ഒരു കാര്യം പറഞ്ഞേക്കാം. തുണി മടക്കി വെച്ചതിന് ശേഷം ഹോംവർക്കും ചെയ്തിട്ട് കളിക്കാൻ പോയാ മതി. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോള് കാണുന്നിടത്തിൽ ബ്രാൻഡ് കുപ്പി കൊണ്ടാക്കരുതെന്ന്. പെൺകുട്ടികളെ കണ്ട കുഴപ്പമൊന്നുമില്ലടോ. ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും കണക്കാ അഭിയേട്ടാ. കഴിഞ്ഞില്ലേ എന്റെ അഭിയേട്ടാ? മണിയേല്ലേ ആയുള്ളൂ, ഇനിയും ഇല്ലേ 1.5 മണിക്കൂർ. അതുകൊണ്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇനി 1.5 മണിക്കൂറേ ഉള്ളൂ. ഞാനും മോളും മാത്രമല്ലല്ലോ, നീയും കൂടല്ലേ. ഇപ്പൊ ഒരുങ്ങാനുള്ളൂ മോളെ. 8:30 റെഡി ആവുള്ളൂ. 12 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാരും ഇട്ടെറിഞ്ഞ് വന്നതല്ലേ.
ഓലെല്ലാം മുമ്പിൽ നമ്മൾ നല്ലോണ ജീവിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കണ്ടേ അബിയേട്ടാ? ഞാനിപ്പോ ഇവിടെ എന്ത് തമാശ പറഞ്ഞിട്ടാ നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കുന്നേ? എൻ്റെ ലക്ഷ്മി മാഡം അടുത്ത മാസം 10-ാം തീയതി വന്ന കൃത്യം 13 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഡയലോഗ് അല്ലേ അത്? അതല്ല അബിയേട്ടാ, ഒരിക്കലും ഗുണം പിടിക്കില്ല, നശിച്ചു പോകുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഞാനും മോളും അബിയേട്ടനും നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് കാണുമ്പോഴുള്ള എൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് മറ്റെന്തിനേക്കാൾ ഒരുപാട് മുകളിലാണ്. മറ്റെന്തിനേക്കാളും ആ ചിലപ്പോഴൊക്കെ മറ്റെന്തിനേക്കാൾ. എൻ്റെ പൊന്നുമോൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നു. അനു, കുളി കഴിഞ്ഞില്ലേ? ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അമ്മ എത്തൂല. ഞാൻ മോളുടെ അച്ചാച്ചനെ അമ്മമ്മനെ കണ്ട് വേഗം. ആന്റി എവിടേക്കാ? ആന്റിയുടെ റിലേഷനിൽ ഒരു കല്യാണമുണ്ട്. റിലേഷനിലെ മാരേജ് ആയിട്ട് പിന്നെന്താ അനീസിനെ കൂട്ടാതെ പോകുന്നത്? ഞങ്ങളൊക്കെ റിലേഷൻ കല്യാണം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണോ പോവാറ്? അനുമോക്കൊന്ന് സ്കൂളിലല്ലേ, ക്ലാസ്സിന് പോവാതെ കല്യാണത്തിന് പോയാ മിസ്സിനോട് എന്നാ പറയാ? എന്താ പറയാ? അച്ഛൻ വരാത്തോണ്ടല്ലേ അമ്മ ഒറ്റക്ക് പോന്നെ, അല്ലാണ്ട് ക്ലാസ്സിലായിട്ടൊന്നല്ലോ. മോക്ക് സ്കൂളിലുണ്ടാ അച്ഛൻ കല്യാണത്തിന് പോണ്ടെന്ന്? ആ അതിന് ഇന്ന് രാത്രി പറയുന്ന കേട്ടതാ, അച്ഛൻ ദുർവാസാവാണെന്ന്. ദുർവാസാവോ? ദുർവാശയാന്ന് ഉദ്ദേശിച്ചേ. ആ ഞാൻ വൈകിയാലേ അപ്പുറത്തെ വീട്ടിൽ പോയി നിൽക്കണേ മോള്. എന്താ ഏട്ടാ? പോക്കറ്റ് പൈസയൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? ഇത് കണ്ടോ? ഇതെന്റെ മോൻ്റെ പോക്കറ്റിൽ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടതുകൊണ്ട് നിനക്കത് തിരിച്ചു കിട്ടി. മറ്റാർക്കെങ്കിലും ആണെങ്കിലോ? ഇനിയെങ്കിലും പൈസ പോക്കറ്റിൽ വെക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വെക്കുക. ഇടി അതൊന്നുമില്ല, ഈ റോഡിലൂടെ നടക്കുമ്പേ ഒരു പയ്യൻ്റെ പോക്കറ്റിൽ കുറച്ച് പൈസ വീഴുന്നു. ഞാൻ കണ്ടുകൊണ്ട് അവർ തിരിച്ചു കിട്ടി. ആ ഫണ്ടിന്റെ പൈസ എടുക്കും ആരെങ്കിലും ബാങ്കിലേക്ക് പോയിക്കടോ. ബോഡി എത്താറേ കാണോ? മെഡിക്കൽ കോളേജിൽ എത്തണ്ടല്ലേ, എന്തായാലും ലേറ്റ് ആവും. എന്നാ പിന്നെ എല്ലാം കഴിയുമ്പോൾ നമുക്ക് സന്ധ്യ ആവില്ലേ? ഇങ്ങോട്ടും വൈഫ് എനിക്കെന്താ ഇനി അടുത്ത കർമ്മലും ചെയ്യുന്നേ? ഇനി എന്ത് കോത്തനത്തിന് നായ പറയുന്നത്? സ്മോ ഇന്നോട് ഇവിടുന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടുന്ന് വലിക്കാൻ പറ്റില്ലാന്ന്. ഇതൊരു ബീഡിയല്ലേ, ഇതും വലിച്ചു തന്നെ പറ്റൂല. പറ നിർത്തി, ഞാൻ നിർത്തി, വേണ്ട. ശരി, നിങ്ങൾ നേരത്തെ തന്നെ സൈഡാക്കിയാ? ഇനിയിപ്പോഴാ അറിഞ്ഞത്? അല്ല ഞാനറിയൂ, ഞാൻ ഇപ്പോൾ കുട്ടോത്തേക്ക് ട്രിപ്പ് പോയിരുന്നു. അന്നേരം പ്രസാദം വണ്ടിയിലെ അഭിലാഷിനെ കണ്ടിരുന്നു. അന്നേരത്തെ സംഭവം അറിയുന്നു. എന്നാലും ആ പെണ്ണിലേക്ക് ചെയ്തേ ആകെ 10ാം ക്ലാസ്സിലായുള്ളൂ. എന്തിനായിരിക്കും? ചത്തേടെ ജാതകം നോക്കിയിട്ട് എന്താണ് കാര്യമോ? പല പ്രേമത്തിലും പെട്ടായിരിക്കും. ഇവനെന്തോ നെഗറ്റീവാണോ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ല പറയാണ്ടോ ഈ നെഗറ്റീവ് വണ്ടി? എന്ത് വർത്താനാടോ ഇനി പറയുന്നേ? നമ്മളെ നാട്ടിലൊരു കാര്യം നടന്നാൽ നമ്മൾ അന്വേഷിക്കണ്ടല്ലേ? വീട്ടിൽ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള കൂട്ടത്തിലാ പെണ്ണ്. കുടുംബത്തിലെല്ലാവരും പഠിച്ച് നല്ല സെറ്റപ്പിലാ. ഇവളും നല്ലോണം പഠിക്കുന്ന കൂട്ടത്തിലാ. ഏതോ ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞ പേടി കാരണം കെട്ടിത്തൂങ്ങിന്നാ പറയുന്നത്. കത്തെന്തെങ്കിലും കിട്ടീനോ? ഓൾ അമ്മമ്മേനോട് എന്തോ പറയുന്നത് കേട്ടിട്ട് മാർക്ക് കുറഞ്ഞു പോവോന്നൊരു പേടിയുണ്ട്. ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞാൽ മാർക്ക് ഞാനൊന്നും ഒരു കാര്യത്തിൽ എൻ്റെ മക്കളെ നിർബന്ധിക്കില്ല. ഓലിക്ക് മാണേ പഠിച്ചോട്ടെ, ഇല്ലേ വേണ്ട. ഓ നമ്മളൊക്കെ ഫുൾ മാർക്ക് നേടിയിട്ടല്ലേ ഇവിടെ? അതെ അതെ. ബെസ്റ്റ്. ഇനി ഇവിടുത്തെ ജില്ലാ കാട്ടറ അല്ല ഭായി, ഇതെടുത്തേക്കാ തള്ളി വിടുന്നത്. ആടുന്ന് വരുമണിക്ക് കള്ളുമാണെ പൈസയും കിട്ടും. എന്നാ എല്ലാവർക്കും അബീൻ്റെ വീട്ടിലേക്ക് വിട്ടാലോ? അതാ നല്ലത്.
എന്റെ പൈസ അഭിലാഷ് ഗൂഗിൾ പേ. അതൊക്കെ കിട്ടി ബോധിച്ചു പോയി. ഈ വെള്ളം വാങ്ങുന്ന എന്റെ പൈസ വൈകുന്നേരം തരേ. ആയിക്കോട്ടെ. ആ കൊച്ചിനെ ഏതോ കാറിൽ കറങ്ങുന്നത് കണ്ടല്ലോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു കാർ. നമുക്ക് നോക്കാം. സ്കൂൾ തുറന്ന് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നമ്മളെ തേടി അതീവ ദുഃഖകരമായ ഒരു വാർത്ത എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും SSLC പരീക്ഷ എഴുതിയ മിടുക്കിയായ വിദ്യാർത്ഥിനിയെ നമുക്ക് നഷ്ടമായിരിക്കുക. ആ മകളുടെ ആത്മാവിന് നിത്യശാന്തിക്കായി ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. എന്താണാടാ എന്ത് അടിച്ചു വരുന്ന ഇന്നത്തെ കൂടി ആ മരിച്ച മോളെ അക്കൗണ്ട് ആയിക്കോട്ടെ. എന്താ മോനെ ഇത്? രാവിലെ കാണുമ്പോ താടിയൊക്കെ ഉണ്ടല്ലടാ എനിക്ക്. സ്വന്തര കുട്ടപ്പനായിക്കലടാ. നിന്നെ കാണാൻ എന്നെ ഇത്രേ ഉള്ളൂ. എന്നെക്കാളും ചെന്തതും കുഞ്ഞിപ്പെണ്ണേ. മോനെ, എന്നെ മനസ്സിലായോ? ഇല്ല. എനിക്ക് നിന്നെ മനസ്സിലായി. സച്ചിൻ 10ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? കുറച്ച് ദിവസം മുമ്പേ നമ്മൾ കണ്ടിട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ല. ദാസൻ എന്നാ എൻ്റെ പേര്. ഇപ്പോൾ ഓർമ്മയുണ്ടോ? മിടുക്കൻ. മോനെ, സത്യത്തിൽ അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതായിരുന്നു. ആ പൈസ എൻ്റെ പോക്കറ്റിൽ നിന്ന് വീണതായിരുന്നു. ഓഫീസിലെത്തിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ പൈസയാണ് നഷ്ടപ്പെട്ടായിരുന്നു. പൈസ 1ഉം 10ഉമല്ലല്ലോ, 10,000 അല്ലേ. മോനെ പൈസ തന്നിട്ട് സ്കൂളിലേക്ക് പോയിക്കോ. 10,000? ഞാൻ ആ പൈസ എടുത്തേക്കില്ല. ഞാൻ ആ പൈസ സത്യമായിട്ട് എടുത്തേക്കില്ല കേട്ടോ. ശരി, അപ്പൊ എന്റെ പൈസ പോയി എന്നങ്ങ് വിചാരിക്കാം. എന്താ ചെയ്യാ അബ്ദു? എന്നാ ദാസേട്ടാ ഇവൻ പറയുന്നേ? ഇവൻ എടുത്തിട്ടില്ലെന്നാ പറയുന്നത്. കള നായിന്റെ മോനെ, ദാസേട്ടന്റെ പൈസ കട്ടി ഇവിടെ വന്ന് ചിലക്കുന്ന. അബ്ദു, കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? പുതിയ ഫോണല്ലേ, ഗേൾഫ്രണ്ടാ? സാരില്ല, ഇതൊക്കെ വേണം ഈ പ്രായത്തില്, അല്ലേ അബ്ദു? അല്ല കുരിപ്പേ, ഇയാള് കൊള്ളാലോ. എന്റെ അടുക്ക് ഉണ്ടൊരു ഫോണ്. എനക്ക് വേണ്ടതെല്ലാം ഇതിലുണ്ടാവും, അല്ലേ അബ്ദു? യെസ്. കണ്ടാ ദാസേട്ടാ, നിങ്ങളെ കാലം ഞാൻ പിടിക്കാം. നിങ്ങളിതാർക്കും കാണിക്കര. ആകെ 4,000 റുപ്യ അതിൻ്റെ അകത്തുള്ളൂ. ഞാനത് കുറച്ച് ദിവസം കൊണ്ട് തരാം. മിടുക്കൻ, എന്റെ പേരൊക്കെ പഠിച്ചല്ലോ. ഇനി എന്താ ചെയ്യാ അബ്ദു? ദാസേട്ടൻ 10 എന്ന് പറഞ്ഞാ 10 തന്നെയാ. പിന്നെ കാലി പിടിക്കുക ഇനി എന്താ കല്യാണ പന്തൽ നിന്ന് ദാസേട്ടന്റെ മോനാ ചിലക്കാണ്ട പൈസ കൊടുത്തേക്ക് നായേ. മോനെ വാ, നമുക്ക് കാറിൽ നിന്ന് സംസാരിക്കാം. സച്ചിൻ ആകെ പേടിച്ചിരിക്കുക. അവനൊരു മുട്ടായി എടുത്തു കൊടുത്തേ. ഇനിയിപ്പൊ പിള്ളേർക്കുള്ള മുട്ടായിയൊക്കെ ഇവൻ തന്നെ കൊടുത്തോളും, അല്ലടാ സച്ചിയെ? ദാസേട്ടൻ പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം ദാസേട്ടാ. ആ
ഇനി ഞാനിങ്ങ് പോവാണേ. ഇനി വൈകി എന്റെ അമ്മ ചീത്ത അറിയും. നല്ലോണം കളിക്കുന്നതിന് ഇവനെല്ലാം നശിപ്പിച്ച്. എല്ലടെ കണ്ണഴിഞ്ഞ് ഞങ്ങൾക്ക് അതിന്റെ ഫോട്ടോ ഒന്നും കാണിച്ചു തന്നിക്കില്ലാലോ. അത് ഞാൻ ഇന്നലെ തന്നെ അതിന്റെ ഫോട്ടോ എടുത്തേക്ക് അടിപൊളിയായിട്ടുണ്ട്. എല്ലടെ കണ്ണ അതിന്റെ എല്ലാം പേരെന്നാ? പിങ്കി. എങ്ങനെയുണ്ട്? ആടെ ഒരു ഭീകര ജീവി തന്നെ എല്ലടെ കണ്ണ. എനിക്ക് ആടുകളെക്കാട്ടും ഇഷ്ടം നല്ല ക്യൂട്ട് പപ്പിക്കുട്ടികളെ. അച്ഛനൊക്കെ പക്ഷെ അമ്മയൊക്കെ ആകുന്നില്ല. ഒരു വീട്ടില് 2 പപ്പിക്കുട്ടികളെ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ ആ പാട്ടിന്റെ ടെൻഷൻ അപ്പ തന്നെ തീർന്നേനെ. ഇനിയിപ്പോ മൺഡേ വീണ്ടും ടാസ്ക് ആയല്ലോ. ഈ ചെക്കൻ ഇതാ പറയാനുള്ളൂ. എന്നാ ഞാനിങ്ങ് പോന്നാണേ. നമുക്കും പോവാ. മരുന്നോ? ആ പറടാ. എടാ സ്റ്റാൻഡിലല്ല, ഓട്ടം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോണ. കാര്യം എന്താന്ന് പറ. നമ്മളെ മാരാൻ വീട്ടിൽ ഒഴിഞ്ഞ കെട്ടിടയില്ലേ, അതിന്റെ വഴിയിലായി നമ്മൾ പറഞ്ഞ കാറ് കിടക്കുന്നുണ്ട്. ആ നമ്മൾ അഭിലാഷിന്റെ കേസിൽ കേട്ടിടോ. ആ അത് തന്നെ. ഈ ഒരു കാര്യം ചെയ്യും, സ്റ്റാൻഡിലോലെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാ ഓക്കേടാ, ഞാൻ സ്റ്റാൻഡിലോലെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരാം. നമ്മളെന്തിനാടി ഇങ്ങോട്ട് വന്നേ? ഇതെന്നാ? ഇതാണ് ശക്തിമരുന്ന്. ഇത് എനിക്ക് എഴുന്നട്ടിയേ? നിനക്ക് പാടാൻ ധൈര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനിന്റെ വീട്ടിൽ നിന്ന് എടുത്തതാ. കുഴപ്പാവോ? ഒരു കുഴപ്പമില്ല, വേഗം കുടിച്ചോ, അല്ലേ ലളിതമാണ് തോന്നുന്നത്. എന്താണ് എന്റെ പേര്? കണ്ണൻ. മോളതോ? അനുഷ്ക. ആ സിനിമ നടിന്റെ പേരാ? എന്താണ് ഇത്? മരുന്ന്. ആരാണിത് കൊണ്ടുവന്നേ? ഓഹോ, മോളായത് കൊണ്ടുവന്നല്ലേ? പെണ്ണ് കൊള്ളാലോ. ഇങ്ങനെ കുടിച്ചാ കൂമ്പ് പാടിപ്പോടാ. അപ്പോ ഒറ്റയ്ക്കിരുന്ന് രണ്ടുപേരും കള്ളു കൂടിയ പരിപാടി അല്ലേ? ജയണ്ണ, പിള്ളേർ രണ്ടുപേരും നമ്പർ മേടിച്ചിട്ട് വീട്ടിലും സ്കൂളും വിളിച്ചു പറ. അയ്യോ വേണ്ട, ഒന്ന് പാട്ട് പാടാൻ പേടിയെന്ന് പറഞ്ഞോണ്ടാ അച്ഛന്റെ കുപ്പി തോന്നിയ കാണിച്ച് മോഹൻ തുടങ്ങിയേ. എന്താടാ ഇത്? ചെറിയ കുട്ടികളല്ലേ. മോള് വന്നേ. എന്തിനാ പേടിക്കുന്നേ? ഇവരാരും ഒന്നും ചെയ്യില്ലെന്നേ. അബ്ദു, ഒരു മുട്ട ഇങ്ങടുത്ത്. ഇതാ, രണ്ടാളും കഴിക്കും. എന്നിട്ട് മൂക്കൊക്കെ കഴുകി സ്കൂളിലേക്ക് പോകണം. അടിപൊളിയാ. ഒരു മിഠായി കൂടി തരുമോ? എനക്കൊന്ന്. ദിവസം ഒന്ന്, നാളെ വന്നാ വീണ്ടും തരാം. ജയണ്ണ, ഇവിടുന്ന് പെട്ടെന്ന് മാറണം. പിള്ളേരോട് മെയിൻ റോഡ് വഴി പോകാൻ പറ. ആരാടാ വരുന്നത്? ദാസേട്ടന്. പിള്ളേർ ഇവിടെ വരുന്ന ആരോ കണ്ട്. ഏടുന്നാണ് ശരിക്കുള്ള ഇൻഫർമേഷൻ കിട്ടിയത്? ഓട്ടോ സ്റ്റാൻഡ്. അനു, അങ്ങോട്ടല്ല ഇങ്ങോട്ട്.
വിശദമായി. കോഴിക്കോട് വടകരയിൽ ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടോടുന്നതിനിടെയാണ് പെൺകുട്ടി അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. സംഘത്തിലെ 2 പേർ പിടിയിലായി. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും CI മനോജ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം പെൺകുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ലെന്നും ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങാമെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഗുഡ് ഈവനിങ് ആൾ. നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയ CI മനോജ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെയും ഏറ്റവും സുന്ദരമായ നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക കൗമാരവും ബാല്യവുമാണെന്നാണ്. ആ സുന്ദരമായ കാലഘട്ടം ഞാൻ ആസ്വദിച്ചതും അനുഭവിച്ചതും ഈ മണ്ണിലാണ്. നമ്മുടെ സ്കൂളിൻ്റെ പുതിയ കെട്ടിടോദ്ഘാടന വേളയിൽ മുഖ്യ അതിഥിയായി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സന്തോഷവേളയിലും ഏറെ ഗൗരവമേറിയ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭയാനകമായ രീതിയിലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം നമ്മുടെ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കെ കുട്ടികളിലെ മാറ്റം ഏറ്റവും വേഗം തിരിച്ചറിയാൻ കഴിയുക രക്ഷിതാക്കൾക്കാണ്. അവരിൽ എന്തു തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടാലും കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം. ഞാനിവിടെ സ്ഥലം മാറി എത്തിയതിന് ശേഷം ചില ആവശ്യങ്ങൾക്കായി എന്നെ സമീപിച്ച എൻ്റെ സുഹൃത്ത് അഭിലാഷിനെ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എനിക്കങ്ങനെ അധികം സംസാരിച്ചൊന്നും പരിചയമില്ല. പക്ഷേ 1 വർഷം മുമ്പ് ഇതേ വേദിയിൽ വെച്ച് ഒരു കളവ് പറഞ്ഞു പോയി ഞാൻ. അതെനിക്ക് എൻ്റെ ധൈര്യക്കുറവ് കൊണ്ട് സംഭവിച്ചു പോയതാ. 2 വാക്ക് സംസാരിക്കണേ, ഒരു മൂളിപ്പാട്ട് പാടണേ, എന്തെങ്കിലും ലഹരി വേണമെന്നുള്ള തെറ്റായ തോന്നൽ എൻ്റെ ഉള്ളിലും കയറിപ്പറ്റതുകൊണ്ടാവാം അങ്ങനെയൊക്കെ സംഭവിച്ചത്. സാറിനെ പോലുള്ളവരൊക്കെ സംസാരിച്ച വേദിയിൽ ഒരൊറ്റ കാര്യം മാത്രം: നമ്മളാരും നമ്മുടെ കുട്ടിയോട് കള്ളം പറയരുത്. പിന്നെ അച്ഛനും അമ്മയും അവരുറങ്ങുന്നവരെ അവരുടെയും നമ്മുടെയും ദിവസങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കുക. അവരെത്ര വലുതായാലും നമ്മുടെ കുട്ടികളല്ലേ. അങ്ങനെയാകുമ്പോൾ ഒരിക്കലും അവർക്ക് വഴിതെറ്റില്ല. കഴിഞ്ഞ വർഷം എന്നോട് നിങ്ങളെല്ലാവരും ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അന്നെന്തോ എൻ്റെ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ പാട്ടുകളൊന്നും പാടാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരോടും സമ്മതത്തോടു കൂടി ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുക. കാട് പൂക്കണ കാലത്ത് നിലാവുദിക്കണ നേരത്ത് കാട്ടുചെമ്പക കൊമ്പിലിരുന്ന് പാട്ടുമൂളണതാരാണ്? കാട് പൂക്കണ കാലത്ത് നിലാവുദിക്കണ നേരത്ത് കാട്ടുചെമ്പക കൊമ്പിലിരുന്ന് പാട്ടുമൂളണതാരാണ്? കൈത പൂക്കണ പാടത്ത് കാറ്റടിക്കണ നേരത്ത് കഥവരമ്പത്തൊറ്റയ്ക്കിരുന്ന് കണ്ണു തുടയ്ക്കണതാരാണ്? കാട് പൂക്കണ കാലത്ത് നിലാവുദിക്കണ നേരത്ത് കാട്ടുചെമ്പക കൊമ്പിലിരുന്ന് പാട്ടുമൂളണതാരാണ്? കൈത പൂക്കണ പാടത്ത് കാറ്റടിക്കണ നേരത്ത് കഥവരമ്പത്തൊറ്റയ്ക്കിരുന്ന് കണ്ണു തുടയ്ക്കണതാരാണ്?